everyone, welcome back to Future Plus Academy. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇഗ്നോവിൽ കോഴ്സ് ചെയ്യുന്ന ആളുകളാണോ നിങ്ങൾ? ഏതെങ്കിലും തരത്തിൽ അക്കാഡമിക് കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ എടുത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു ചോദ്യം അത് മനസ്സിലേക്ക് വരാറുണ്ടോ? ആ ക്വസ്റ്റ്യൻ ഇതാണ്: നമ്മൾ ചെയ്യുന്ന കോഴ്സുകൾക്ക് വാല്യൂ ഉണ്ടോ എന്നുള്ളത്, അല്ലേ? പല ആളുകളും ഇഗ്നോവിൽ കോഴ്സുകൾ എടുത്ത് ചെയ്യുമ്പോൾ, അതിപ്പോൾ ഏതൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും നമ്മൾ കോഴ്സുകൾ എടുത്ത് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സംശയം ഉണ്ടാവാറുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ കോഴ്സുകൾക്കും ഒരേ രീതിയിലുള്ള നമ്മുടെ എംപ്ലോയബിലിറ്റി അല്ലെങ്കിൽ തൊഴിൽ മൂല്യമോ അല്ലെങ്കിൽ പ്രൊഫഷണൽ അംഗീകാരമോ ഉണ്ടാവണമെന്നില്ല, അല്ലേ? ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ചെയ്യുന്ന കോഴ്സുകൾക്ക് വാല്യൂ ഉണ്ടെന്ന് പറയാൻ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വേണ്ടേ? അപ്പോൾ ആ പ്രധാനപ്പെട്ട കാരണങ്ങൾ മനസ്സിലാക്കിയാൽ ഇഗ്നോ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ എത്രത്തോളം വാല്യൂബിൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇഗ്നോ എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സർവകലാശാലയാണ്, അല്ലേ? 1985 പാർലമെൻറ്റിൻ്റെ നിയമപ്രകാരമാണ് ഇത് സ്ഥാപിതമായിട്ടുള്ളത്. ഇഗ്നോ നമുക്ക് നൽകുന്ന ഡിഗ്രി, ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളെല്ലാം UGC അംഗീകരിച്ചതും AIU അംഗീകരിച്ചതുമാണ്. അതായത് മറ്റ് ഇന്ത്യൻ സർവകലാശാലകളുടെ ഡിഗ്രിക്ക് തുല്യമായിട്ടാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാമുകൾ നമ്മൾ പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ പൊതുവേ നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം പരിഗണിക്കുന്നത്. ഇപ്പോൾ സർക്കാർ ജോലികൾ, UPSC, SSC, ബാങ്ക് പരീക്ഷകൾ, PG അഡ്മിഷൻ, PhD പ്രവേശനം തുടങ്ങിയവർക്ക് ഇഗ്നോ ഡിഗ്രികൾ ഏറ്റവും നല്ലതാണ് എന്നാണ് പറയപ്പെടുന്നത്. കേരള ഹൈക്കോടതിയും UGC അംഗീകാരമുള്ള ഇഗ്നു പോലുള്ള കേന്ദ്ര സർവകലാശാലകളുടെ ഡിഗ്രികൾക്ക് പ്രത്യേകം ഇക്വിവാലൻസി സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കാനാകില്ലെന്ന് കൂടെ നിരീക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം, നമ്മൾ ഏതൊരു കോഴ്സും സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ചില മേഖലകൾക്ക് UGC അംഗീകാരം മാത്രം പോരാ, ആ മേഖലയിൽ പ്രത്യേക റെഗുലേറ്ററി ബോഡിയുടെ അംഗീകാരം കൂടി വേണം. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ബി എഡിന് UGC അംഗീകാരം മാത്രം പോരാ, പക്ഷെ നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ BEd ചെയ്യുന്ന സമയത്ത് NCTE അംഗീകാരം ആവശ്യമാണ്, അല്ലേ? അപ്പോൾ എന്താണ് NTCE എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ NCTE അംഗീകാരം ആവശ്യമാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് അങ്ങനെ ഒരു ചോദ്യം വരും, എന്താണ് ഈ NCTE എന്നുള്ളത്? അപ്പോൾ ഈ ഒരു BEd എന്ന് പറയുന്ന കോഴ്സ് പൊതുവേ നമ്മുടെ ടീച്ചിങ് ഫീൽഡിലേക്ക് ചെയ്യുന്ന കോഴ്സാണ്. അപ്പോൾ NCTE എന്ന് പറയുന്നത് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ ഷോർട്ട് ഫോമാണ് NCTE. ഇതൊരു നിയമപരമായിട്ടുള്ളൊരു സ്ഥാപനമാണ്. രാജ്യത്ത് അധ്യാപക വിദ്യാഭ്യാസ കോഴ്സുകളുടെ നിലവാരവും മാനദണ്ഡങ്ങളും നിയന്ത്രിക്കുന്നത് NCTE ആണ്. അപ്പോൾ നിങ്ങൾ ഇഗ്നോ ത്രൂ ഒരു BEd ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് UGC അംഗീകാരം മാത്രം പോരാ, മറിച്ച് എന്തുകൂടെ നോക്കണം? NCTE എത്രത്തോളം ഉണ്ട് നോക്കണം. അതേപോലെ തന്നെ MBA എടുക്കുകയാണെങ്കിൽ നിങ്ങൾ AICTE അംഗീകാരം സംബന്ധിച്ച കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. സൈക്കോളജി, അലൈഡ് ഹെൽത്ത്, നഴ്സിംഗ് തുടങ്ങിയ ചില കോഴ്സുകൾക്ക് പ്രത്യേക കൗൺസിലുകളുടെ നിയമങ്ങളും ബാധകമായേക്കാം. അപ്പോൾ നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അതോറിറ്റിയുടെ റെക്കഗ്നീഷൻ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിലും നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, BEd ചെയ്യുകയാണെങ്കിൽ BEdന് NCTEയുടെ അംഗീകാരം ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റി ത്രൂ BEdും മറ്റും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇഗ്നോ വാല്യൂ ആണോ എന്നതിലുപരി ഇഗ്നുവിൻ്റെ ഏത് കോഴ്സാണ് വളരെ പ്രധാനപ്പെട്ടത് എന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ പൊതുവെ വാല്യൂ ഉള്ള ഇഗ്നു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് BA, BCom, BSW, ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക്, MA അത് ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, MCom, MSW, MBA, അല്ലേ? നിലവിലുള്ള അംഗീകാര വ്യവസ്ഥകളൊക്കെ പരിശോധിച്ചിട്ടാണ് MBA ഒരു വാല്യുബിൾ കോഴ്സാണ് എന്ന് പറയുന്നത്. പൊതുവെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഈ കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കിട്ടുന്ന ഈ ഒരു സർട്ടിഫിക്കറ്റ് ത്രൂ നമുക്ക് PSC, നെറ്റ്, സെറ്റ്, UPSC പോലുള്ള ഉയർന്ന പഠനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വാല്യുബിൾ ആയിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ മേഖല തന്നെയാണ്. അതിന് യാതൊരു സംശയവും ഇല്ല. സോ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ഇനി ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേഷനും PG ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് എല്ലാ
തരത്തിലും നിങ്ങളുടെ സ്റ്റഡീസിൽ നിങ്ങൾക്ക് അസിസ്റ്റൻസ് വേണോ എന്നാണെങ്കിൽ യു ഹാവ് ടു കോൺടാക്ട് എസ് ആരെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ. അതിനെന്താ ചെയ്യേണ്ടത്? താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇഗ്നു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന വാല്യുബിൾ ആയിട്ടുള്ള കോഴ്സുകളുടെ ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള അസിസ്റ്റൻസ്, ആപ്പ് ത്രൂ ക്ലാസ്സുകൾ, സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടും. സോ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ ധൈര്യമായിട്ട് അഡ്മിഷൻ എടുക്കുക. ഒപ്പം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ക്ലാസ്സുകൾ കണ്ടിട്ട് കരിയർ ബിൽഡ് ചെയ്യുക. So for more details, you can contact us. Thank you so much, everyone.